ഈ അഖണ്ഡ ഭാരതത്തിന് നാം കടപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ പട്ടേലിനോട് തന്നെയാണ്. കാരണം നെഹ്റു അങ്ങേയറ്റം കാൽപ്പനികനായിരുന്നു എന്നറിയാൻ സാധിക്കും നമുക്ക്. അങ്ങേയറ്റം കാൽപ്പനികനായിരുന്നു. അതുകൊണ്ടാണല്ലോ എന്തിനാണ് ഗാന്ധിയൻ ഭാരതത്തിനൊരു പട്ടാളത്തിൻ്റെ ആവശ്യമില്ല, പട്ടാളക്കാരൊക്കെ കലപ്പയേന്തി പടങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആഹ്വാനം ചെയ്ത നെഹ്റു നമ്മുടെ രാജ്യത്തിൻ്റെ 33,000 ചതുരശ്ര കിലോമീറ്ററാണ് ചൈനയ്ക്ക് തീരെഴുതി കൊടുത്തത്. 62-ലെ ചൈനയുടെ അഗ്രഷൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ സൈന്യത്തെ അങ്ങേയറ്റം ശാക്തീകരിക്കേണ്ട സമയത്ത് ഇതൊരു ഗാന്ധിയൻ ഭാരതമാണ്, പട്ടാളത്തിന് ആയുധം വേണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. നെഹ്റു അങ്ങേയറ്റം കാൽപ്പനികനായിരുന്നു. എന്നാൽ പട്ടേൽ അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ പട്ടേലിനെ നമ്മൾ ഉരുക്കു മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങേയറ്റം യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയായിരുന്നു പട്ടേൽ. സത്യത്തിൽ ഈ രാജ്യത്തിൻ്റെ സ്പന്ദനങ്ങൾ ഗാന്ധി കഴിഞ്ഞാൽ അങ്ങേയറ്റം അറിയാൻ കഴിയുന്ന ആൾ പട്ടേലായിരുന്നു. സത്യത്തിൽ പ്രധാനമന്ത്രി ആവേണ്ട വ്യക്തിയായിരുന്നു എങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗധേയം തന്നെ മറ്റൊന്നായി മാറുമായിരുന്നു. പിന്നെ എന്തുകൊണ്ടതങ്ങനെ സംഭവിച്ചില്ല എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാ കാലത്തും അറിയാൻ സാധിക്കും. മഹാത്മാഗാന്ധി തൻ്റെ ചുറ്റിലും പ്രതിഷ്ഠിച്ചത് തനിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ആൾക്കാരെയാണ്. കാരണം മഹാത്മാഗാന്ധിക്ക് അങ്ങേയറ്റം ആദരവ് കൊടുത്തുകൊണ്ട് തന്നെ പറയട്ടെ, മഹാത്മാഗാന്ധിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള ആൾക്കാരെയാണ് അദ്ദേഹം ചുറ്റിലും പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം പട്ടേലിനെ ഒരു കൈ അകലത്തിൽ നിർത്തി, സുഭാഷ് ചന്ദ്രബോസിനെ 2 കൈ അകലത്തിൽ നിർത്തി, അതേപോലെ ഭീമറാവു അംബേദ്കറിനെ 3 കൈ അകലത്തിൽ നിർത്തി. എന്തുകൊണ്ടാണ്? ഇവരൊക്കെ അതിശക്തരായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ്, ദൗർബല്യങ്ങൾ ഒട്ടുമില്ലാത്ത വ്യക്തികളാണ്. എന്നാൽ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള, അത് ചില രാഷ്ട്രീയ നേതൃത്വം എല്ലാ കാലത്തും അങ്ങനെയാണ്, കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളവരെ ചുറ്റിലും നിർത്തുക എന്ന് പറയുന്നത്. അതിന് നാം കൊടുക്കേണ്ടി വന്ന വിലയാണ് സത്യത്തിൽ 47 രാജ്യത്തിൻ്റെ വിഭജനം.